നമസ്കാരം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ നിലച്ചു എന്ന വാർത്ത ഞെട്ടലോടെ ലോകം ഉൾക്കൊള്ളുകയാണ്. ഈ വാർത്ത വെറും ഒരു നയതന്ത്ര പരാജയത്തിന്റെ കഥയല്ല. അത് പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ തീപ്പൊരികൾ പടർന്നു പിടിക്കുന്ന ഭയപ്പെടുത്തുന്ന തുടക്കമാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ തിരമാലകൾ ഇന്ന് സാധാരണ പോലെ കരയെ തഴുകുന്നുണ്ടെങ്കിലും അവയുടെ അടിയിൽ ലോക സമ്പദ് വ്യവസ്ഥയെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു അഗ്നിപർവ്വതം ഏത് നിമിഷവും ലാവ ഒഴുകാൻ തരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. സമാധാനത്തിന്റെ വാതിലുകൾ അടയുമ്പോൾ യുദ്ധത്തിന്റെ വാതിലുകൾ സ്വയം തുറക്കപ്പെടുമെന്ന ചരിത്ര സത്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. യുഎസുമായുള്ള സമാധാന ചർച്ചകൾ അവസാനിപ്പിച്ചു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലെബനനിലും ഗാസയിലും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ യുഎസുമായി മധ്യസ്ഥ ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു എന്ന് ഇറാനിലെ വാർത്താ ഏജൻസിയായ തസ്നീമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. യുഎസുമായുള്ള ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തടയുമെന്നുമാണ് ഒടുവിലെ റിപ്പോർട്ടുകൾ. യമനിലെ ഹൂതി വിമത സഖ്യകക്ഷികൾക്ക് പേർഷ്യൻ ഗൾഫിലെ മറ്റൊരു പ്രധാന ജലപാതയായ ബാബ് എൽ മാൻഡബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാനിയൻ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ചർച്ച നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. എന്നാൽ യുഎസിന് മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി തന്നെ നേരിട്ട് രംഗത്തെത്തിയത് കാര്യങ്ങളുടെ ഗതി ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തര ഫലങ്ങൾക്ക് യുഎസും ഇസ്രായേലും ഉത്തരവാദികളാണ് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലെയും വെടിനിർത്തലാണ് ഇറാനും യുഎസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ. ഏതെങ്കിലും ഒരിടത്ത് അതിൽ മാറ്റം വന്നാൽ അത് വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കപ്പെടുമെന്നും അരാക്ചി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശത്ത് ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെയാണ് അരാക്ചിയുടെ പോസ്റ്റ്. യുദ്ധത്തിന്റെ ഭാവി വിലയിരുത്തുമ്പോൾ 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്നാമത്തേത് പരിമിതമായ സൈനിക ഏറ്റുമുട്ടലുകൾ തുടരുന്ന ഒരു ദീർഘകാല പ്രതിസന്ധിയാണ്. അമേരിക്കയും ഇറാനും നേരിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ പരസ്പരം സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം. രണ്ടാമത്തേത് ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള വലിയ സാമ്പത്തിക യുദ്ധമാണ്. എണ്ണവില കുതിച്ചുയരുകയും ആഗോള വിപണികൾ അസ്ഥിരമാവുകയും ചെയ്യാം. ഇതിനുള്ള സൂചനയായി എണ്ണവിലയിൽ ഇതിനകം തന്നെ ശക്തമായ വർധന രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ മൂന്നാമത്തെ സാധ്യതയാണ് ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കടുത്ത പ്രസ്താവനകൾക്കിടയിലും ഇരുപക്ഷവും ഒടുവിൽ വീണ്ടും ചർച്ചാ മേശയിലേക്ക് മടങ്ങി വരിക. സാമ്പത്തിക പ്രതിസന്ധികളും ഉപരോധങ്ങളും ആഭ്യന്തര സമ്മർദ്ദങ്ങളും കാരണം ഇറാൻ പൂർണ്ണമായും നയതന്ത്രം ഉപേക്ഷിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ചില വിലയിരുത്തലുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതേസമയം അമേരിക്കയും മേഖലയിൽ നിയന്ത്രണം നിലനിർത്താൻ ഒരു ധാരണ തേടുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ ചർച്ചയുടെ വിരാമം സമാധാനത്തിന്റെ അന്ത്യം എന്നതിലുപരി യുദ്ധവും നയതന്ത്രവും തമ്മിലുള്ള പുതിയ ശക്തി പരീക്ഷയുടെ തുടക്കമായാണ് വിലയിരുത്തേണ്ടത്. പശ്ചിമേഷ്യയുടെ മണൽപ്പരപ്പിൽ വീണ്ടും പൊടിക്കാറ്റ് ഉയരുകയാണ്. ആ കാറ്റ് ഒടുവിൽ സമാധാനത്തിന്റെ മഴയായി മാറുമോ അതോ ലോകത്തെ വിറപ്പിക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ കൊടുങ്കാറ്റായി രൂപാന്തരപ്പെടുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും നാളെയുടെ തുടരുന്ന സമാധാന പ്രതീക്ഷയുടെ കൈകളിലാണ്.